തെസ്നി എന്തോ പറയാനായിട്ട്. അത് അച്ഛന് പിന്നെ ഞാൻ സിനിമയിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പം ഈ ഡെയ്സി കഴിഞ്ഞപ്പോൾ പിന്നെ ചെറിയ റോളുകളൊക്കെ അല്ലേ അങ്ങനെ വന്നത്. അപ്പം അങ്ങനെ വലിയൊരു ഹീറോയിൻ ഒന്നായിട്ടല്ലല്ലോ സിനിമയിൽ വന്നത്. അപ്പം ജയറാമേട്ടൻ ആ സമയത്ത് അപരം ചെയ്യുന്നത്. അപ്പം കലാഭവന്റെ മതിൽ മുഴുവൻ ജയറാമേട്ടൻ്റെ പോസ്റ്റർ അങ്ങ് നിറഞ്ഞു. അപ്പം അച്ഛനിങ്ങനെ നടന്നു പോകുമ്പോൾ ജയറാമേട്ടൻ ഇങ്ങനെ കാണുന്നു, എന്നൊന്നും കാണുന്നില്ല. ഞാൻ അതിന് മുമ്പ് ഇറങ്ങിയതാണല്ലോ സിനിമയില്. അപ്പം അച്ഛൻ എന്നെ വിളിച്ചു ഒരു ദിവസം ഓഫീസ് റൂമിൽ, ആ തെസ്നിയോടൊന്ന് വരാൻ പറയാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെന്നു. എന്താ അച്ഛാ വിളിച്ചത്? ഒരു താൻ എന്താണ് കുറേ ആയല്ലോ ഈ സിനിമാ നടി ഇതിൻ്റെ സിനിമയിലൊന്നും തന്നെ കാണുന്നില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞ, അച്ഛാ ഞാനിങ്ങനെ ചെറിയ ചെറിയ റോളൊക്കെ ആയിട്ട് അഭിനയിക്കുന്നു. ആ ജയറാം അങ്ങനെ അടിച്ചു കയറാണല്ലോ, എന്തോ അയാളുടെ മുഖമാണല്ലോ ഈ കലാഭാവം മുഴുവനും. അപ്പം ഞാൻ പറഞ്ഞ, അച്ഛാ അത് ജയറാമൻ ഏട്ടൻ എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്, പിന്നെ ടാലൻ്റ് ഉണ്ട്. അതുകൂടാതെ പത്മരാജൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ, ഒരു ഗോഡ് ഫാദർ ഉണ്ടായിരുന്നു ജയറാമേട്ടന്. അതുകൊണ്ടാണ് എനിക്ക് ഗോഡ് ഫാദർ ഒന്നും ഇല്ല അച്ഛോ എന്ന് പറഞ്ഞു. അതിനല്ലടോ താൻ സിദ്ദീഖ് ലാലിന്റെ ഗോഡ് ഫാദറിൽ അഭിനയിച്ചത്. അല്ലെ, സിനിമയിൽ ഗോഡ് ഫാദർ ഇല്ലെങ്കിൽ സിദ്ദീഖ് ലാലിന്റെ ഗോഡ് ഫാദർ ചെയ്തില്ലല്ലോ. അതാണ് അച്ഛൻ ചോദിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയാണ് അബേലച്ചൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചെറു ബുദ്ധി പ്രവർത്തിക്കുന്ന ഒരു കാര്യം, ഞങ്ങൾ കോളേജിൽ വനിതാ കോളേജിൽ പരിപാടിയാണ്, എറണാകുളത്ത് പരിപാടി. അപ്പോൾ ഒരു കംപ്ലൈൻറ്റ് അനൗൺസ് ചെയ്ത ആൾ സൈറ്റ് അടിച്ചു. സഹൃദയ സദസ്സിന് നമസ്കാരം എന്ന് പറഞ്ഞ പെണ്ണുങ്ങളെ സൈറ്റ് അടിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആളെ ഞാൻ പേര് പറയണില്ല. അപ്പോൾ ഇയാളെ പിടിക്കണം. ഇയാളെ ചോദിച്ചാൽ പറയും ഞാൻ ചെയ്തിട്ടില്ല, ഒരു കാരണം സമ്മതിക്കില്ല. അച്ഛൻ പറഞ്ഞു ഞാൻ സമ്മതിപ്പിക്കാം. അതിൻ്റെ പിറ്റേ ദിവസം എല്ലാവരും വിളിച്ച് നിർത്തി വെച്ചു. ഇവിടെ ഇന്നലെ വനിതാ കോളേജിൽ പരിപാടി കളിച്ചപ്പോൾ ആരോ സൈറ്റ് അടിച്ചു, ഇയാളും കൂടെ വന്നേ. അപ്പോൾ ഇയാൾ വിളിച്ചു. അപ്പോൾ അതാണ് ചോദിച്ചാൽ അയാൾ സമ്മതിക്കില്ല. ഇയാളോട് വന്നേ, എന്താ അച്ചോ ഇന്നലെ വനിതാ കോളേജിൽ വെച്ച് ഒരു പെണ്ണിന്റെ കയ്യിൽ കയറി പിടിച്ചോ? ഇല്ല ഞാൻ പിടിച്ചിട്ടില്ല. പിന്നെ ഞാൻ സൈറ്റ് അടിച്ചു. അതറിഞ്ഞാ മതി. അതിലൂടെ തന്നെ ഉണ്ട്. സഹൃദയ സദസ്സിന് നമസ്കാരം. നമ്മളെല്ലാവരും വിചാരിക്കും അച്ഛൻ ഒരു ക്രിസ്ത്യൻ പുരോഹിതനാണല്ലോ. അപ്പൊ അച്ഛൻ അതിനെതിരായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പ്രതികരിക്കുമെന്ന് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. അത് നേരത്തെ അൻസാറ് പറഞ്ഞതാ. ഞങ്ങൾ ഡൽഹിയിലൊരു പ്രോഗ്രാമിന് പോയപ്പോൾ ഇതുപോലെ അച്ഛൻ നമ്മളിന്ന് വിട പറയുന്നതിന് ഒരു 2 മാസം മുമ്പാണ്. അപ്പൊ അതിനകത്തൊരു ഐറ്റം എന്ന് വെച്ചാൽ ഒരു അച്ഛനായിട്ട് വന്നിട്ട് ഈ വിഷൻ പറയുന്ന ഒരു ഡയലോഗാണ്. അച്ഛോ OPRന്റെ പൈന്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സീനാണ്. ലോഹയൊക്കെ മടക്കി ചോദിക്കുന്നത്. അപ്പൊ പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഒരാളൊരു പരാതിക്കത്ത് ഷാജുവിന്റെ കൊടുത്തിരിക്കുന്നു. അത് അച്ഛനാണല്ലോ, സിഎംഎയുടെ അച്ഛനായിട്ട് അച്ഛന്മാരെ അവഹേളിക്കുന്ന രീതിയിൽ എന്താണ് സ്റ്റേജിൽ മിമിക്രി അവതരിപ്പിക്കുന്നത്. അപ്പം എന്നെ കണ്ടോടെ തന്നെ ഷാജുവിന് ഇത് ലെറ്റർ അങ്ങ് ബാക്കിലോട്ടാക്കി. അപ്പം ഞാൻ എന്താ ഇല്ല പ്രസാദിനെ കാണിക്കാൻ പറ്റില്ല, അച്ഛനെ കാണിക്കും. ഞാൻ പറഞ്ഞു നോക്കട്ടെ, നമ്മളിത് അച്ഛനെ കാണിക്കും. അച്ഛനെ കാണിച്ച് അച്ഛൻ ഐറ്റം കട്ട് ചെയ്യും. ഞാൻ പറഞ്ഞു അച്ഛൻ കട്ട് ചെയ്യില്ല, എനിക്ക് ഉറപ്പാ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചെന്ന് അച്ഛൻ്റെ മുമ്പിൽ ഇത് കൊടുക്കുക. അച്ഛൻ ഇതൊന്ന് വായിച്ചു നോക്കി. അപ്പം അച്ഛൻ ഇത് വായിച്ചു. ഓ, അച്ഛന്മാരെ അവഹേളി, ഇത് ആരായി കത്ത് എഴുതിയത്? അപ്പം ഷാജുൻ പറഞ്ഞതൊരു വർഗീസാണ്. ഇയാൾക്കൊരു വിവരമില്ലല്ലോ, ഇതിനേക്കാൾ എന്തൊക്കെ വൃത്തികേടുകൾ അച്ഛന്മാര് കാണിക്കുന്നത്, മക്കളെ നിങ്ങൾ കാണിച്ചു. അച്ഛൻ അതിനെല്ലാം രസകരമായിട്ടുള്ള മറുപടി പറയും, എല്ലാം ചെയ്യും. ഒന്ന് പറയാൻ വന്നപ്പോൾ ഒരു സംഭവം പറഞ്ഞു. ഇപ്പൊ പ്രസാദം പറഞ്ഞാൽ 2 മാസത്തിന് മുമ്പ് അല്ലേ അദ്ദേഹം നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതിന് ആ കാലഘട്ടത്തിൽ ഒരു 5-6 ഞാനൊക്കെ ചെന്ന് ഇപ്പോൾ 5-8 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെട്ടുവല്ലോ. ആ സമയത്ത് ഇദ്ദേഹത്തിന് ഒരു തിരുമൽ വൈദ്യം വന്നവിടെ. തിരുമാൻ 2 ഡെസ്ക് കൂട്ടിയിട്ടിട്ട് കിടക്കുക. അച്ഛനിങ്ങനെ കമിഴ്ന്ന് കിടക്കുക. അപ്പൊ വൈദ്യം വെളുപ്പിന് വരും. നമ്മൾ ചിലപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും വൈദ്യം വന്നേക്കുമായിരിക്കും. ഒച്ചയാക്കാൻ നോക്കുമ്പോ അച്ഛൻ എന്നെ തിരുമണ, അയാളൊന്ന് വേർക്കണോ ഊഞ്ഞടിച്ചു തിരുമ. അപ്പൊ പ്യൂണായിട്ടൊരു പയ്യനുണ്ടായിരുന്നു അവിടുത്തെ. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നോക്കാനുള്ളൊരു പയ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് പറഞ്ഞു, അതെ വന്നേ വൈദ്യം വന്നു, ആ ഡെസ്ക് കൂട്ടിയിട് എന്ന് പറഞ്ഞു. ഡെസ്ക് കൂട്ടിയിട്ടു. വൈദ്യം തിരുമ്മിയപ്പം ഞാൻ തിരുമ്പം ഒരു ഡെസ്ക് വന്നിട്ടേ എന്ന് കിടന്ന് കാണിക്കുക. അപ്പോൾ അച്ഛൻ പെട്ടെന്ന് പറഞ്ഞു ഇപ്പം ഈയോടിനോട്, ഈ ഡെസ്ക് കിടന്ന് ആടുക, എൻ്റെ നടുവും കിടന്ന് ആടുന്നുണ്ട്, നീ ഒരു ആപ്പ് വയ്ക്കുക അതിൻ്റെ അടിയിൽ എന്ന് പറഞ്ഞു. അത് പറഞ്ഞു, ഞാൻ ആപ്പ് വെച്ചോ. അത് നീ ഒരു 6-7 കൊല്ലമായിട്ട് വയ്ക്കുമെന്ന് എനിക്കറിയാം. അതല്ല, ഈ ഡെസ്കിൻ്റെ അടിയിലൊരു പൂള് വയ്ക്കണ്ട. അതൊക്കെ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തിക്കണം. നമ്മൾ ഈ ഇരിക്കുന്ന ഇത്രയും പേര് ഒരു വ്യക്തിയെക്കുറിച്ച് ഇത്രയും പറയുമ്പോഴും
അദ്ദേഹത്തിന്റെ സ്വരം ഇമിറ്റേറ്റ് ചെയ്താണ് നമ്മൾ പറയണത്. അതെ, തീർച്ചയായും. ഇത് വേറെ വ്യക്തിക്ക് കിട്ടൂല കേട്ടോ. തീർച്ചയായിട്ടും. ഇത് ദൈവത്തിന്റെ ഒരു കാരുണ്യം അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ആബേലച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നർമ്മം വിളമ്പുകയും അദ്ദേഹത്തിന് നമ്മൾ പറയുമ്പോൾ എല്ലാവരും അദ്ദേഹത്തിന്റെ രൂപത്തിലല്ല പറയണേ. എന്നാ കണ്ടോ, അത് കിട്ടും ആർക്കെങ്കിലും. സിനാജിന്റെ സ്റ്റാർ കേട്ട പറഞ്ഞല്ലോ അച്ഛൻ. ഓക്കെ, ഇയാടെ വയ്യാവേലി എന്ന് പറഞ്ഞ വടിവേലുവിനാണ് വയ്യാവേലി എന്ന് പറഞ്ഞത്. അപ്പൊ വടിവേലി എന്ന് പറ. അപ്പൊ സിനാജിന്റെ വടിവേലി ഒന്ന് കേൾക്കാം എന്തായാലും അല്ലേ. கிளம்பிட்டா கிளம்பிட்டு வேணா வலிக்குது ஆதரவு விஷயங்களா இன்னும் നാട്ട് സാരേ കട ആറവി കളവാ കൊടുക്കും പോകും എന്ന് എനിക്ക് ഒരു കാര്യം അച്ഛനെ കുറിച്ച് പറയാനുള്ളത് മറ്റൊന്നുമില്ല. ഞാൻ ഇപ്പോഴും ട്രൂപ്പുമായിട്ട് പോകുന്ന ആളാണ്. അപ്പോൾ ഇപ്പോഴും ആർട്ടിസ്റ്റുകൾ വന്ന് മിക്കവാറും ആഴ്ചയിൽ ഒരു 5-8 പേരെങ്കിലും വിളിക്കും ട്രൂപ്പിലേക്ക് ചാൻസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യും. ഒന്ന് വാ എന്ന് പറയും, എൻ്റെ അവരെ ഇൻ്റർവ്യൂ. അപ്പോൾ എൻ്റെ ട്രൂപ്പിലുള്ള ആർട്ടിസ്റ്റുകൾ ചോദിക്കാറുണ്ട്, മുരളിയും ഉണ്ണിയൊക്കെ ചോദിക്കും, മാനസിയൊക്കെ, എന്തിനാ ചേട്ടാ നമുക്ക് ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഉണ്ടല്ലോ, പിന്നെ എന്തിനാ അവരെ വിളിച്ചിട്ട്? ഞാൻ പറഞ്ഞു അവരിങ്ങോട്ട് വരിക. അപ്പോഴാണ് എന്തിനാ ഇവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്, നമുക്ക് എൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്. കാരണം അച്ഛൻ കലാഭവനിൽ വരുന്ന ഓരോ വിദ്യാർത്ഥിയും, അത് മിമിക്രി ആയാലും പാട്ടായാലും, അവരൊക്കെ മുമ്പിൽ അച്ഛന് 2 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഇരുന്ന് കൊടുക്കും. കട്ടപ്പനയെന്നായിരിക്കും വരുന്നിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛൻ നമുക്ക് ട്രൂപ്പിൽ ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ അച്ഛൻ എന്നോട് പറയാറുള്ളൊരു മറുപടിയുണ്ട്. അവർ 5-6 വർഷങ്ങളായിട്ട് 10 വർഷങ്ങളായിട്ട് മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒന്നായിരിക്കും കലാഭവനിലൊന്ന് വരിക, ഒരു പ്രോഗ്രാം നടത്തുക, അല്ലെങ്കിൽ അച്ഛൻ്റെ മുമ്പിൽ നിന്ന് അച്ഛൻ തുറന്ന് പറയാറില്ല, അതിൽ ഒരു പരിപാടി അവതരിപ്പിക്കുക എന്നുള്ള അവരുടെ ആഗ്രഹം. ഞാൻ അവിടെ ചിലപ്പോൾ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് ഇവരെ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ അവരുടെ മനസ്സിനകത്തുള്ള വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വേദനയാണ്. അപ്പോൾ അവർക്ക് ഒരു നിമിഷമെങ്കിലും എൻ്റെ മുമ്പിലെങ്കിലും അവതരിപ്പിക്കാൻ ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ, എന്നിട്ട് അച്ഛൻ പറയും നന്നായിട്ടില്ല, കുറച്ചുകൂടി നന്നാക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു വിടും. അപ്പോൾ അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ഒരുപാട് സമയം ഇങ്ങനെ ചാൻസ് ചോദിച്ച് വന്നവർക്ക് വേണ്ടി സമയം ചെലവഴിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ട്രൂപ്പിൽ ആര് വരുന്നു എന്ന് പറഞ്ഞാലും എനിക്ക് ആവശ്യമില്ലെങ്കിലും ഞാൻ അച്ഛൻ്റെ വാക്കുകൾ കേട്ട് ഞാൻ അവരുടെ മുമ്പിൽ 5 മിനിറ്റ് 10 മിനിറ്റ് ഇരുന്ന് കൊടുക്കാം. തീർച്ചയായിട്ടും ഇത് ഒരു വലിയ പാഠം തന്നെയാണ്. കാര്യം അച്ഛൻ പറഞ്ഞത്, നമ്മൾ ഇന്ന് ജാഫർക്ക പറഞ്ഞ പോലെ ഇത്രയും നേരം കുറിച്ച് നമ്മൾ അച്ഛനെ കുറിച്ച് സംസാരിക്കുന്നതിന്റെ ഏറ്റവും വലിയ കാരണം അച്ഛൻ ആരെയും അവഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഏതായാലും കലാഭവന്റെ ഈ ചിരിക്കിടയിൽ, കലാഭവന്റെ കുടുംബാംഗങ്ങളുടെ ചിരിക്കിടയിൽ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഒരുപാട് ആൾക്കാരുണ്ട് ഇല്ലേ നൗഷാക്ക? ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞാൽ അവരെ എല്ലാം നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി സ്മരിക്കുകയാണ്. അവരിന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ മണിച്ചേട്ടനൊക്കെ നാടൻപാട്ട് പാടി ഇവിടെ ഒരു ഓട്ടം, ഈ കോട്ടൊന്നും പോരാ, ഒരു വലിയ കോട്ട് തന്നെ നമുക്കുണ്ടാക്കണം. അതുപോലെ തന്നെ ആബേലച്ചന്റെ കഥകൾ എന്ന് പറയുമ്പോൾ ഈ കഥകൾ 1 മണിക്കൂർ കൊണ്ടോ 1 ദിവസം കൊണ്ടോ 1 മാസം കൊണ്ടോ തീരുന്നതല്ല, കൊല്ലം തരുവാണെങ്കിലും തീരില്ല. ഒരുപാട് കഥകൾ അങ്ങനെ പറയാനുണ്ട്. ഏതായാലും എല്ലാവർക്കും തിരക്കാണ് ഇവിടെ ഇരിക്കുന്ന, അതുകൊണ്ട് കുറച്ച് പേർക്കൊക്കെ ഇതിൽ എത്താൻ സാധിച്ചില്ല. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തിരക്കുണ്ട്. ഇപ്പോൾ അൻസാർക്ക് ആണെങ്കിൽ പുതിയ എല്ലാ പടങ്ങളും അൻസാർക്ക് ഉണ്ട്, ജാഫർക്ക് ഉണ്ട്, ഹണീബി ഉണ്ട്. ഓക്കെ, അതുപോലെ ജാഫർക്ക് മഹേഷിന്റെ പ്രതികാരം കഴിഞ്ഞതിന് ശേഷം ജാഫർക്ക് പടങ്ങളുടെ കൂമ്പാരമാണ്. ടെസ്റ്റിക്ക് ഇപ്പോൾ നിന്ന് തിരിയാൻ ഇടയിൽ ഇഷ്ടം പോലെ പടങ്ങൾ, അതുപോലെ സിനാജ് എല്ലാവർക്കും ഉണ്ട്. അതുപോലെ നമ്മുടെ പ്രസാദേട്ടൻ പ്രോഗ്രാമുകൾ ഇഷ്ടം പോലെ ഉണ്ട്. റഹ്മാനിക്ക അരിപ്പ് കണ്ടാൽ തന്നെ അറിയാം പടങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു വെയിറ്റ് ഉണ്ട്. നാരായണൻകുട്ടി ചേട്ടനുണ്ട്, അതുപോലെ ഹനീഫിക്ക, അതുപോലെ നമ്മുടെ നൗഷാദക്ക, ജിമ്മിച്ചേട്ടൻ, എല്ലാവർക്കും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. എല്ലാം നിമിത്തം എന്ന് പറയുന്നത് കലാഭവനാണ്. കലാഭവൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ആബേലച്ചൻ തന്നെയാണ്. ഏതായാലും ഈ അവസാന നിമിഷം നമുക്കൊന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടി, ക്രിസ്മസ് ആണ് ഇന്ന്, ഒരു അടിച്ചുപൊളി പാട്ടോടുകൂടി നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെ അടിച്ചു പൊളിക്കുന്ന അടിച്ചുപൊളി പാട്ട് തന്നെ വേണം. കാരണം ആബേലച്ചൻ നമ്മെ വിട്ട് പിരിഞ്ഞൊരു 3 വർഷം കഴിഞ്ഞപ്പോൾ കലാഭവൻ ഞാൻ കമ്മിറ്റിയിലുണ്ട്. അപ്പോൾ നമ്മൾ അച്ഛൻ്റെ ചരമദിനം എങ്ങനെ ആഘോഷിക്കണം? അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് സിനിമാറ്റിക് ഡാൻസും പാട്ടും എല്ലാം കൂടെ വെക്കാം. അപ്പോൾ പലരും അതിനെ എതിർത്തു. ഈ ചരമദിനം നമ്മൾ അങ്ങനെ അല്ലല്ലോ ശരിക്കും. ഞാൻ പറഞ്ഞില്ല, ആബേലച്ചൻ എനിക്കറിയാം. ആബേലച്ചൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ദുഃഖിച്ചിരിക്കുന്നത് കാണാനല്ല. ആബേലച്ചൻ ആഗ്രഹിക്കുന്നത് നമ്മൾ അടിച്ചു പൊളിക്കാനാണ് ആബേലച്ചൻ ആഗ്രഹിക്കുന്നത്.